വെൽക്കം ബാക്ക് എവറി വൺ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ മുംബൈയിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിതാ ഈ ട്രൈഡൻ ഹോട്ടലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു ക്യാരവനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചല്ല, ഈ ബൈക്കിനെ കുറിച്ചാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബൈക്ക്. എനിക്കറിയാം, ഞാൻ ഈ ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ബൈക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമൊക്കെ ആവാറായിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്പെഷ്യലായിട്ടൊരു ബൈക്കാണ്. ഹോണ്ടയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് കടന്നു വന്ന ഒരു അടിപൊളി ഒരു ഐറ്റം. ഈ ബൈക്ക് എന്തുകൊണ്ടാണ് സ്പെഷ്യലായിട്ടുള്ളത് എന്ന് ഈ വണ്ടി വാങ്ങിയിട്ടുള്ളവർക്കറിയാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് ശേഷം ഇതിൻ്റെ CB350 RS ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹോണ്ട ഹൈനസ് CB350. ഓക്കെ, ഇതതിൻ്റെ ഡീലക്സ് പ്രോ വേരിയൻ്റാണ്. ഇത് കൂടാതെ ഒരു ഡീലക്സ് വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഒരു RS വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2022 ഈ വണ്ടി വാങ്ങിയാൽ കൊള്ളാമോ, അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ എന്തോ ഓപ്ഷനാണുള്ളത് എന്നൊക്കെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോഴാണ് ഈ വീഡിയോയുടെ ഒരു പ്രസക്തി. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ക്ലാസിക് 350 റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ഇങ്ങനെ തിളങ്ങി മാർക്കറ്റ് തൂത്തുവാരി നിൽക്കുന്ന സമയത്താണ് ഹോണ്ട ഈ ഒരു ഐറ്റത്തിനെ പുറത്തിറക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പല ബൈക്കുകൾ വന്നു ഈ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബെനലിയുടെ ഇംപീരിയാലെ 400, അതിനു മുൻപ് ജാവയുടെ 42 ക്ലാസിക്കും അങ്ങനെയുള്ള ബൈക്സൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു റോയൽ എൻഫീൽഡ് തീർന്നു പറഞ്ഞു. പക്ഷേ തീർന്നില്ല. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു യുഗം അങ്ങനെ തന്നെ നിലനിന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിൽ കുറേയെങ്കിലും ഒരു മാറ്റം വന്നത് ഹോണ്ടയുടെ ഈ ഒരു ബൈക്ക് വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ബൈക്ക് കൊണ്ടുവന്നപ്പോഴാണ്. കാരണം റോയൽ എൻഫീൽഡിൻ്റെ നമുക്കറിയാം ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു ഈ പറയുന്ന വൈബ്രേഷൻ എന്നുള്ള സംഭവം. അപ്പോൾ വൈബ്രേഷൻ ഒട്ടുമില്ലാതെ 350cc തന്നെ അതിനേക്കാൾ കൂടുതൽ പവറും ടോർക്കുമായിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ വാഹനപ്രേമികളൊക്കെ ഒന്ന് ഞെട്ടി. അപ്പോൾ ഒരു ബൈക്ക് വാങ്ങാനുള്ളവർ, ഒരു ബുള്ളറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചവർ എല്ലാവരും അല്ല, ബുള്ളറ്റ് എന്നൊരു വികാരമായിട്ട് കണ്ട് നിന്നവർക്ക് എല്ലാവർക്കും അത് മാറ്റാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഒരു ബൈക്ക് വാങ്ങണം, നല്ലൊരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച പലരും ആ തീരുമാനം മാറ്റി ഈ ബൈക്കിലേക്കായി. അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇന്ന് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. കാരണം നമുക്ക് കേരളത്തിൽ ഒരുപാട് ഹൈനസ് കാണാൻ പറ്റും. അത്രയ്ക്ക് ആൾക്കാർക്ക് പ്രിയങ്കരമായിട്ടുള്ളൊരു ബൈക്കായി മാറിയത്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോണ്ട തരുന്നൊരു റിലയബിലിറ്റി, ഇതിൻ്റെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ്. സാധാരണ ഹോണ്ട ബൈക്സിനുള്ള അത്രയും വലിയൊരു പ്രൈസൊന്നും ഈ ഒരു ബൈക്കിനില്ല. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്, ഇതിൻ്റെ എൻജിൻ്റെ ഒരു ക്വാളിറ്റി മീൻസ് ഇത് തരുന്നൊരു റിഫൈൻമെൻറ്റ്, ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിനൊരു കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് 348cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണിത്. 23 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യും. 3000 RPM ഇതിൻ്റെ പീക്ക് ടോർക്കായ 30 Nm പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് വൈബ്രേഷൻ ഉണ്ടാവാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിസ്റ്റൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബാലൻസിങ് ഷാഫ്റ്റും ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റിൽ വേറൊരു ബാലൻസിങ് റോഡും എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഉണ്ടാകുന്ന വൈബ്രേഷൻ കൺട്രോൾ ചെയ്യും. അപ്പോൾ വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ബാലൻസിങ് ഷാഫ്റ്റ് മൂലം ഉണ്ടാകുന്ന എക്സ്ട്രാ വൈബ്രേഷൻ എല്ലാം വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാലൻസിങ് റോഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ഹോണ്ട, ജപ്പാനാണല്ലോ, അപ്പോൾ ഇവന്മാർ ഒരിക്കലും ടെക്നോളജിയിൽ പിറകിലല്ല, അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്തിട്ട് നമ്മൾ റോഡിലേക്ക് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണിത്. നമുക്ക് മുംബൈ മറൈൻ ഡ്രൈവ് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഡീലക്സ് പ്രോ വേരിയൻറ്റിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന റെഡ് കളറൊക്കെ വേറെ ഈ ഗോൾഡൻ കളറൊക്കെ ഇതിങ്ങനെ വരുന്നതല്ല, ഇത് വേറെ ചെയ്തതാണ്, സ്റ്റിക്കർ വർക്കാണ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഡീലക്സിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ. ഒപ്പം ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്, പിന്നെ ഡ്യുവൽ ടോൺ കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഡീലക്സിൽ വരുന്ന സിംഗിൾ കളേഴ്സാണ്. അതാണ് ഈ ബൈക്സിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇറങ്ങിയ ആനിവേഴ്സറി എഡിഷനിൽ ഇതിൻ്റെ ഈ കളേഴ്സൊക്കെ മാറിയിട്ട് അതൊരു ഗോൾഡൻ ടച്ച് ആയിട്ടുണ്ട് എന്നതൊക്കെയാണുള്ളൂ കാര്യങ്ങൾ. അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. CB350 RS ആണെങ്കിൽ അത് വേറൊരു കുറച്ചുകൂടി സ്ക്രാംബ്ലർ ടൈപ്പ് ബൈക്കാണ്. അതിൻ്റെ ടയേഴ്സ് എല്ലാം വ്യത്യാസമുണ്ട്, സീറ്റിംഗ് എല്ലാം ഒരുപാട് വ്യത്യാസമുള്ള ഒരു ബൈക്കാണ്. ബാക്കി എഞ്ചിനെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ടയറിലേക്ക് വരുന്നത് MRFിൻ്റെ ടയേഴ്സാണ്. 130 സെക്ഷൻ 70 18 ആണ്. 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. വൈ ഷേപ്പിലുള്ള അലോയ് വീൽസാണ്. ഫ്രണ്ടിലും വരുന്ന വൈ ഷേപ്പിലുള്ള അലോയ് വീൽസാണ്. 19 ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ വരുന്നത്. MRFിൻ്റെ തന്നെ ടയേഴ്സാണ്. 190/19 ആണ് വരുന്നത് ഫ്രണ്ടിൽ വരുന്നത്. 310mm ഡിസ്ക് ബ്രേക്കാണ്. നിസിൻ്റെ കാലിപ്പേഴ്സുള്ള ബ്രേക്സാണ് വരുന്നത്. ബാക്കിലുള്ള 240mm ഡിസ്ക് ബ്രേക്സാണ്. അത് നിസിൻ്റെ കാലിപ്പേഴ്സ് തന്നെയാണ് വരുന്നത്. ഈ ബൈക്കിൽ പിന്നെ വരുന്ന ഒരു കാര്യം, ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ക്ലാസ്സിലുള്ള ബൈക്സിൽ ഒന്നും കാണാത്ത ഒരു സംഭവമാണ്, ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതായത് ഇതിനെ ഹോണ്ട വിളിക്കുന്നത് ഹോണ്ട ടോർക്ക് കൺട്രോൾ ഹോണ്ട അസിസ്റ്റഡ് ടോർക്ക് കൺട്രോൾ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൽ ടോർക്ക് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരുപാട് വീൽ സ്ലിപ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതും ബാൻഡിഡോ സ്പിറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഒരു എക്സ്ട്രാ ആക്സസറി ആണ് കേട്ടോ ഈ കാണുന്ന വിൻഷീൽഡെല്ലാം. നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്.
CB350 RSൽ ഈ കാണുന്ന ഒരു സംഭവം ഈ ക്രോം കളറല്ല, അത് ബ്ലാക്ക് കളറാണ്. അതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, കുറച്ചുകൂടി ഒരു ലുക്കായിട്ട് തോന്നിയത്. പക്ഷേ ക്രോം ഇന്ത്യക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണെന്നാണ് മൊത്തത്തിൽ മാർക്കറ്റിലെ തന്നെ ഒരു വിചാരം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവം. ഈ ഒരു ഗേറ്റർ കൊടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ ആ ഒരു പ്രസൻസ്, ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഓണറോട് സംസാരിച്ചപ്പോൾ അത്ര ഹാപ്പി അല്ല ആൾ ഇതിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഇത്തിരി ലോങ് ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ, അതായത് ഇത്തിരി ലോങ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എൻ്റെ ലൈറ്റ് നമ്മൾ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഹാപ്പി ആയിട്ട് ഒരു നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലല്ല എൻ്റെ ഒരു പ്രകാശം വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ക്രോം എലമെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ തുരുമ്പോ കാര്യങ്ങളൊക്കെ പിടിക്കാതെ നോക്കേണ്ടി വരും. ഈ ക്രാഷ് ഗാർഡും എക്സ്ട്രാ ആക്സസറിയാണ്. ഈ ക്രാഷ് ഗാർഡ് അല്ല ഇതിൽ വരുന്നത്, വേറൊരു ക്രാഷ് ഗാർഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചെറിയൊരു മീറ്റർ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി അത്ര ഒരു ഫാനൊന്നുമല്ല ഈ മീറ്ററിൻ്റെ, കാണാൻ വലിയ രസമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലിവിടെ ചാർജർ വരുന്നുണ്ട്. അതൊക്കെ ഈ ക്ലാസ്സിൽ അന്നേരം ഈ ബൈക്ക് ഇറങ്ങിയ സമയത്തൊക്കെ ആദ്യമായിട്ട് എന്ന് പറയാവുന്നൊരു സംഭവമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പല ബൈക്സിലും ഈ സംഭവം കണ്ടു തുടങ്ങിയത്. ഇതിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാം. ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസറും ഇൻഡിക്കേറ്ററും എല്ലാം ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് വണ്ടി നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പല ഡീറ്റെയിൽസും ഉണ്ട്. ഡൈനാമിക് ഫ്യൂവൽ എഫിഷ്യൻസി, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ഓഡോമീറ്റർ. ഇവിടെ നമുക്ക് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ കാണാം, ബാറ്ററിയുടെ ലെവൽ കാണാം, ഇവിടെ ക്ലോക്ക് കാണാം, ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണാം. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് വെച്ചിട്ട് നമ്മൾ മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കീസ് വെച്ചിട്ട് നമുക്ക് പല ഡീറ്റെയിൽസ് ടോഗിൾ ചെയ്യാം. ലൈക്ക് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, നമുക്ക് ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാം, പാട്ട് മാറ്റാം. ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫോൺ വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കീസ് വെച്ചുകൊണ്ട് ഫോൺ തൊടാതെ തന്നെ, നമ്മളിപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഫോൺ തൊടാതെ തന്നെ നമുക്ക് ഈ ഒരു നാവിഗേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നത് ഭയങ്കര ഒരു അത്യാവശ്യം ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വിച്ച് കീയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു 4 കീസ് ഉണ്ട്. ഇതിൽ ഈ മുകളിലുള്ള കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലെ ട്രിപ്പ് എ, ടോട്ടൽ, ബാറ്ററി വോളിയം, ബാറ്ററി വോൾട്ടേജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത്. ബാക്കി കീസ് എല്ലാം ഈ പറയുന്ന മൊബൈലിലെ നാവിഗേഷനായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ ഹോണ്ട CB300Rൽ കണ്ട പോലെ ഹോൺ മുകളിലും ഇൻഡിക്കേറ്റർ സ്വിച്ച് താഴെയാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് അക്കസ്റ്റംഡ് ആവേണ്ടി വരും. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഇത് രണ്ടും ഇൻ്റഗ്രേറ്റഡ് ഉള്ള സ്വിച്ചസാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് എൻജിൻ കിൽ സ്വിച്ചും നമ്മുടെ സ്റ്റാർട്ട് സ്വിച്ചും വരുന്നത്. ഇവിടെ ഒരു നമുക്ക് ഹസാർഡ് ലാമ്പും വരുന്നുണ്ട്. ഹസാർഡ് ലാമ്പ് നമ്മൾ ഓൺ ചെയ്യാത്തപ്പോൾ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റേഴ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നതും ഈ ഒരു ലുക്കും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു പ്രസൻസ് ഈ ഒരു ബൈക്കിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ നിന്ന് എനിക്ക് ഈ ബൈക്കിന് അന്ന് കണ്ടപ്പോൾ തോന്നിയ, അതായത് ആദ്യമായിട്ട് ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ എവിടേക്ക് ആ ഒരു തലയെടുപ്പ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. മേ ബി ഹൈറ്റ് എനിക്കറിയില്ല ഡിഫറൻസ് അത്രയ്ക്ക് ഉണ്ടോയെന്ന്. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എവിടെ ഒരു തലയെടുപ്പ് കുറവുള്ളതുപോലെ തോന്നും. പക്ഷേ കുറേ കൂടി മോഡേൺ ആണ് ഈ ബൈക്ക്. കാരണം ഇതിന് LED ഹെഡ് ലാംപ്സും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ബൈക്ക് കുറേ കൂടി മോഡേൺ ആണ് ക്ലാസിക് 350യേക്കാളും. പുതിയ ക്ലാസിക് 350 അല്ല, അന്നത്തെ ക്ലാസിക് 350യേക്കാളും. പുതിയ ക്ലാസിക് 350 ലുക്സിൽ ഇതിനേക്കാളും ഒക്കെ വ്യത്യാസമുണ്ട്, പഴയതിനേക്കാളും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ലുക്സ് സബ്ജക്റ്റീവാണ്, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ് അതിൻ്റെ ഒരു തലയെടുപ്പ് ഈ ബൈക്കിന് കുറച്ച് കുറവുണ്ടതാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ 800 mm ആണ് സീറ്റായിട്ട് വരുന്നത്. സീറ്റ്സ് അത്ര കംഫർട്ടബിളൊന്നും അല്ല ലോങ് റൈഡിൽ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഡ് റൈഡിൽ കംഫർട്ടബിൾ ആണെന്ന് പറയും, ഷോർട്ട് റൈഡിനും സിറ്റി റൈഡിനൊക്കെ വേണ്ടിയിട്ട്. പിലിയന് വൈഡായിട്ടുള്ള സീറ്റാണെങ്കിൽ പോലും അത്യാവശ്യം ഹാർഡായതുകൊണ്ട് വലിയ കംഫർട്ടബിളൊന്നും അല്ല എന്നാണ് ഈ ഓണർ പറഞ്ഞത്. ഞാൻ പല ഓണേഴ്സിനോട് സംസാരിച്ചപ്പോഴും അവരുടെയൊക്കെ അഭിപ്രായം അതാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടി നമ്മുടെ അടുത്തേക്ക് ഇരിക്കുന്ന ഒരു ടൈപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നീറ്റായിട്ടുള്ള, ഭയങ്കര കാമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോസ്റ്ററാണ്. നല്ല കൂളായിട്ടിരുന്ന് നമുക്ക് ലോങ് റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റർ ഈ ബൈക്കിനുണ്ട്. അപ്പോൾ അത് CB350RSനെ അപേക്ഷിച്ച് കുറേ കൂടി ഈസി ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് ഈ ഒരു ബൈക്കിനുള്ളത്. അപ്പോൾ ലോങ് റൈഡിനും അത്യാവശ്യം സിറ്റി റൈഡിനും അത്യാവശ്യം കോളേജ് പിള്ളേർക്ക് പൊളിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ബൈക്കാണിത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹോണ്ട ആയതുകൊണ്ട് മെയിൻലി അന്ന് ഈ ബൈക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ് റിലയബിലിറ്റി. അപ്പോൾ ഒരുപാട് സർവീസും ചെയ്ത് പൈസ കളയേണ്ടി വരില്ല എന്നൊരു വിശ്വാസം നമുക്ക് ഹോണ്ടയെ കുറിച്ചുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസിന് ഏകദേശം 2000 രൂപയ്ക്കാണ് ആയിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് വരുന്നത്, ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററും സെക്കൻഡ് സർവീസ് 5000-ലും തേർഡ് സർവീസ് 12000 കിലോമീറ്ററിലുമാണ് വരുന്നത്. അപ്പോൾ എല്ലാം ആ ഒരു റേറ്റ് 3000 രൂപ താഴേക്കാണ് ഈ ഫ്രീ സർവീസിന് റേറ്റ്സ് വരുന്നുള്ളൂ. അത് ആക്ച്വലി നമ്മുടെ കുറേ കോസ്റ്റ് പോകുന്നത് ഓയിൽ ചേഞ്ചിന് തന്നെയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ മേച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു 350cc ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാനപ്പോൾ വണ്ടി അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് പലർക്കും പലതായിരിക്കും. അപ്പോൾ ഒരു ബിഗിനറിന് കുറേ കൂടി ഫ്രണ്ട്ലി ആക്കുന്ന രീതിയിലാണ് ആ ഒരു സംഭവം. അതായത് ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബൈക്ക് 30 Nm ടോർക്കുള്ളൊരു ബൈക്ക് കൂളായിട്ടൊരു ബിഗിനറിന് ഓടിച്ചുകൊണ്ട് നടക്കാം. കൂളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഈസി ആയിട്ട് പേടിക്കാതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം അതിലുണ്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരുപാട് പവറൊന്നുമില്ല, നമുക്ക് കൂളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. എന്നാൽ സിറ്റിയിലൊക്കെ എടുത്തുകൊണ്ട് പോകാനും ആക്സിലറേഷൻ ചെയ്യാനും ഒരു ഓവർടേക്ക് ചെയ്യാനൊക്കെ ആവശ്യത്തിന് പവർ തോന്നിക്കുന്ന ഒരു ബൈക്കാണിത്. എവിടെ ഏത് റേഞ്ചിലും RPM റേഞ്ചിലും നമുക്ക് വൈബ്രേഷൻസ് ഒന്നും ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓണർക്ക് ഈ ഒരു ബൈക്കിന് ഏകദേശം 40 കിലോമീറ്ററിന് അടുത്ത് വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. സിറ്റി റൈഡിലൊക്കെ ഒരു 30-32 അത്രയൊക്കെ പ്രതീക്ഷ മതി. പക്ഷേ ലോങ് റൈഡിലൊക്കെ 40 അടുത്തൊക്കെ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടിയുള്ള ഒരു ബൈക്കാണിത്. 15 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നല്ലൊരു ടാങ്ക് റേഞ്ചും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബൈക്കിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 1.5 വർഷത്തോളം പഴക്കമുള്ള ബൈക്കാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഫ്രണ്ട് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബ്രേക്കാണ്. ബാക്ക് ഈ ബൈക്കിന് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ബ്രേക്കാണ്. അത് തന്നെയാണ് സേഫും എന്നാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ ഈ ബൈക്കിന് പിടിച്ചു നിർത്താൻ പറ്റിയൊരു ബ്രേക്കിംഗ് സിസ്റ്റം അതിൻ്റെ ABSും എല്ലാം കൂടി കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം അജയിലായിട്ട് നിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്ലച്ച് അത്യാവശ്യം നല്ല ലൈറ്ററാണ് കേട്ടോ. ഗിയർ ഷിഫ്റ്റിങ്ങിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല സിറ്റിയിൽ ഓടിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇതിൽ വരുന്നത് സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളെല്ലാം അതിൽ കാണാം. അപ്പോൾ മൊത്തത്തിലൊരു നല്ല റൈഡ് ഫീലുള്ള നല്ലൊരു ബൈക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2022 ഇതിൻ്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ബൈക്കിൻ്റെ ഇറങ്ങിയതിന് ശേഷം വന്നൊരു ബൈക്കാണ് പുതിയ ക്ലാസിക് 350s. അപ്പോൾ ആ ബൈക്കിലും ഒരുപാട് വൈബ്രേഷൻ എല്ലാം ഇല്ലാതെയാണ് ആ ബൈക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലൊരു കട്ട കോമ്പറ്റീഷൻ വരും. അപ്പോൾ നമ്മൾ ലുക്ക് വൈസ് ബാക്കി സർവീസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നല്ലൊരു ബൈക്ക് ചൂസ് ചെയ്യുക. ഹോണ്ട തീർച്ചയായിട്ടും നല്ല റിലയബിൾ ആയിട്ടുള്ള ബൈക്കാണ്, നല്ലൊരു ബൈക്കാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓണർ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു നല്ലൊരു ബൈക്കാണിത്. അപ്പോൾ 2022 വേറെ 350cc അങ്ങനത്തെ ഇതിനോട് കട്ടയ്ക്കാൻ പറ്റുന്ന വേറെ ബൈക്സ് ഒന്നും തന്നെ ഇല്ല ഈ ഒരു റെട്രോ ക്ലാസിക് സെറ്റപ്പിൽ. അപ്പോൾ ഈ ബൈക്കിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.